ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 22ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടു തീർത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ദിവസവും ഏതൊക്കെ ടോപ്പിക്സിലാണോ നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് അത്രയും ടോപ്പിക്സ് ഒക്കെ എടുത്ത് റിവൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പം ഇനി വരുന്ന എല്ലാ ചാൻസുകളും നമുക്കുള്ളതാണ്. ഈ ഒരു അവസരം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചിന്തിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത്? ബ്രസീൽ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീൽ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഡൽഹൌസി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഡൽഹൌസി പ്രഭു. അപ്പം ചെറിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഹൗസ്, നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? ചെറി ഉണ്ട്. ഓക്കെ, അപ്പം വേറെ ആളുകളെ വെച്ചത് കൺഫ്യൂസ് ചെയ്യരുത്. ചെറി നമ്മുടെ വീട്ടിലുള്ള ചെറിയാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഡൽഹൌസി പ്രഭു അങ്ങനെ പറഞ്ഞത്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം മഹാത്മാഗാന്ധിയുടേതാണ്. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. ജനകീയ ചൈന, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് എന്നാണ്? 1949 ഒക്ടോബർ 1. ജനകീയ ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മ. ഭൂകമ്പ തരംഗങ്ങളിൽ തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഏത് തരം തരംഗങ്ങളാണ്? പ്രാഥമിക തരംഗം, പി വേവ്സ് ആണ്. ഭൂകമ്പ തരംഗങ്ങളിൽ തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പ്രാഥമിക തരംഗം, പി വേവ്സ്. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? 1 കിലോമീറ്റർ. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ ദൂരം എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 1 കിലോമീറ്ററിന് തുല്യം. 2 സെന്റിമീറ്റർ ദൂരം 1 കിലോമീറ്ററിന് തുല്യം. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സാദിയ, ധൂബ്രി. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയ, ധൂബ്രി. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ 1960, 1970 ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ച സംസ്ഥാനങ്ങൾ ഏതെല്ലാം? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ച സംസ്ഥാനങ്ങൾ ഏതെല്ലാം? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ആധുനികവൽക്കരണം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ആധുനികവൽക്കരണം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ഇതിന്റെ സിഇഒനെ പറ്റി നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത ആൾക്കാർ കണ്ടുപിടിക്കാം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ
ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായത്? 2002 86 ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായത്? 2002 86 ഭേദഗതി. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി CDS ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 2. ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അവിടെ ഇത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ചോദ്യം. തണ്ണീർത്തട ദിനം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. കേരള സർക്കാരിന്റെ മന്ദഹാസം പദ്ധതി ആരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്? വയോജനങ്ങളുടെ സംരക്ഷണം. പല്ല് വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. വയോജനങ്ങൾക്ക് പല്ല് വെച്ച് നൽകുന്ന BPL കാരായിട്ടുള്ള ആളുകൾക്ക്. കേരള സർക്കാരിന്റെ മന്ദഹാസം പദ്ധതി വയോജനങ്ങളുടെ സംരക്ഷണമാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിൽ. ചിക്കൻ പോക്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ്. ഇപ്പോൾ ചിക്കൻ പോക്സ്, നമ്മൾ ലഞ്ച് ബോക്സിൽ ചിക്കൻ ആയിരുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? സോസ് കൂട്ടി അടിക്കാനാണ് തീരുമാനിച്ചത് അല്ലേ? സോസ് കൂട്ടി കഴിക്കണം. ഇപ്പോൾ വാരിസെല്ല സോസ്റ്റർ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏവ? കോൺ കോശങ്ങൾ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ, സോൾട്ട് റിട്ടൈനിങ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? അൽഡോസ്റ്റിറോൺ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് അൽഡോസ്റ്റിറോൺ ആണ്. രക്തത്തിലെ ത്രോംബോസൈറ്റുകളുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏത്? അനിയന്ത്രിതമായ രക്തസ്രാവം. രക്തത്തിലെ ത്രോംബോസൈറ്റുകൾ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ ത്രോംബോസൈറ്റുകളുടെ അളവ് കുറയുമ്പോൾ അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN. റെഡ് ഡാറ്റ ബുക്ക് IUCN ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് വിൽസൺ. ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന പദം പ്രചാരത്തിലാക്കിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. മലേറിയ തടയുന്നതിനായി 2021 ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്ക്യുറെക്സ്. മലേറിയ തടയുന്നതിനായി 2021 ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്ക്യുറെക്സ്. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷ ആർദ്രത, ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികൾ. രാത്രി കാഴ്ച ഉപകരണങ്ങളിൽ, നൈറ്റ് വിഷൻ ഡിവൈസസിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് രശ്മികളാണ്.
ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ ട്രെയിൻ ആരംഭിച്ച രാജ്യം ജർമ്മനി. ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ ട്രെയിൻ ആരംഭിച്ച രാജ്യം ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ്? PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം PR ശ്രീജേഷ്. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? കോരനും ചിരുതയും. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? കോരനും ചിരുതയും. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ്? അമൻ സെഹ്റാവത്ത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് അമൻ സെഹ്റാവത്ത്. പോക്സോ നിയമം ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ്? കുട്ടികൾക്ക്, അതും ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇപ്പം തുടർച്ചയായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതിനകത്ത് ആൺകുട്ടികൾ എന്ന് വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. പക്ഷെ അങ്ങനെയല്ല, ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും ബാധകമായിട്ടുള്ളൊരു നിയമമാണ് പോക്സോ നിയമം. കമ്പ്യൂട്ടർ മെമ്മറികളെ സംഭരണ ശേഷിയുടെ ആരോഹണ ക്രമത്തിൽ, അതായത് കുറഞ്ഞത് മുതൽ കൂടിയത് വരെ ക്രമീകരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രജിസ്റ്റർ ആണ് ഏറ്റവും കുറവുള്ളത്. രജിസ്റ്റർ, കാഷെ, റാം, ഹാർഡ് ഡിസ്ക്. രജിസ്റ്റർ, കാഷെ, റാം, ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഓർത്ത് വെക്കണേ. രജിസ്റ്റർ, കാഷെ, റാം, ഹാർഡ് ഡിസ്ക്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏത്? കൈറ്റ്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പരിശീലനം നൽകുന്ന സ്ഥാപനം ഏത്? കൈറ്റ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന എപ്രകാരമാണ്? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പരമാവധി 10 കമ്മീഷണർമാരും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ഓക്കെ, അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പരമാവധി 10 കമ്മീഷണർമാരും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷന് എത്ര രൂപ വരെയുള്ള പരാതികൾ പരിഗണിക്കാം? 50 ലക്ഷം രൂപ വരെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷന് എത്ര രൂപ വരെയുള്ള പരാതികൾ പരിഗണിക്കാം? 50 ലക്ഷം രൂപ വരെ. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ് വേദാധികാര നിരൂപണം. കൊച്ചിൻ പുലയ മഹാസഭ ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം മൗലവി. തണ്ണീർത്തട കൃഷിയുമായി ബന്ധപ്പെട്ട സംഘകാല തിണ ഏതാണ്? മരുതം. തണ്ണീർത്തട കൃഷിയുമായി ബന്ധപ്പെട്ട സംഘകാല തിണ ഏതാണ്? മരുതം. സംഘകാലത്തെ പാലായി പ്രദേശം ഏത് തൊഴിലുമായി? പാല പ്രദേശം ഏത് തൊഴിലുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൊള്ളയടിക്കുന്ന കേട്ടോ. കൊള്ളക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു പാല. മുല്ല തിണയിലെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? മൃഗസംരക്ഷണം, മൃഗങ്ങളെയൊക്കെ മേയ്ക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതങ്ങൾ ഏത്? ഓപ്ഷൻ എ അപ്പലേച്ചിയൻ പർവ്വതങ്ങൾ, ഓപ്ഷൻ ബി ഹിമാലയം, റോക്കീസ്, ആൻഡീസ്, ആൽപ്സ്, ഓപ്ഷൻ സി ആരവല്ലി പർവ്വതനിരകൾ, ഓപ്ഷൻ ഡി പശ്ചിമഘട്ടം.
ചോദ്യം 2. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആനമല, ഓപ്ഷൻ ബി പുളിച്ചിമല, ഓപ്ഷൻ സി ഇളമ്പലേരിക്കുന്ന്, ഓപ്ഷൻ ഡി ശിവഗിരി മല. ചോദ്യം 3. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ചാലിയാർ. ചോദ്യം 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമായ ഹിരാക്കുഡ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി കാവേരി. അപ്പം ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.